കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമിയെ കണ്ണൂർ സെൻട്രൽ ജയിലിന് പുറത്തെത്തിച്ച് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ജയിൽ വകുപ്പിന്റെ സിസ്റ്റവും തകരാറിലായി. രാത്രി 1 മണിക്ക് ശേഷം സെല്ലിന് പുറത്തിറങ്ങിയ ഗോവിന്ദച്ചാമി 4 മണിയോടെ ജയിലിന് പുറത്തെത്തിയിട്ടും ലോക്കൽ പോലീസിന് വിവരം കിട്ടുന്നത് രാവിലെ 7 മണിക്ക്. നാട്ടുകാരും മാധ്യമങ്ങളും ഉണർന്ന് പ്രവർത്തിച്ചതിനാൽ ഗോവിന്ദച്ചാമിക്ക് കണ്ണൂർ കടക്കാനായില്ല. വിജിൽ എന്ന ചെറുപ്പക്കാരന് തോന്നിയ സംശയം ഗോവിന്ദച്ചാമിയെ കണ്ടെത്താൻ സഹായിച്ചു. കിണറ്റിൽ ചാടി ഒളിച്ച എന്തും ചെയ്യാൻ മടിക്കാത്ത ക്രിമിനലിനെ കരയ്ക്കെത്തിക്കാൻ കഴിഞ്ഞു. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ നിരവധി. സെല്ലിലെ കമ്പികൾ മുറിച്ച് ജീവനക്കാരുടെ കണ്ണു വെട്ടിച്ച് കുഴി ചാടിക്കടന്ന് വൈദ്യുതി വേലിയും മതിലുകളും ഭേദിച്ച് ഒറ്റക്കയ്യനായ ഗോവിന്ദച്ചാമി എങ്ങനെ പുറത്തെത്തി, എങ്ങനെ ചാടിയെന്ന് ഇതുവരെ ഉത്തരവാദിത്തപ്പെട്ടവർ പറയാത്തത് എന്താണ്? ജീവനക്കാരുടെ കുറവ്, വീഴ്ച പറ്റിയതിനാലല്ലേ ചാടിയത് തുടങ്ങിയ വികലവാദങ്ങളുമായി ജയിൽ വകുപ്പിനെ ന്യായീകരിക്കുന്ന CPM നേതാക്കൾ മണ്ടൻ കളിക്കുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. കൊടും കുറ്റവാളികൾക്ക് മുന്നിൽ സെൻട്രൽ ജയിലുകൾ പോലും തുറന്ന വീടുകളോ?